പുന്നമടയിൽ കാരിച്ചാൽ വീണ്ടും ജലരാജാവായി. 70ാമത് നെഹ്റു ട്രോഫി ജേതാവായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ. 0.5 മൈക്രോ സെക്കൻഡിൽ വിയപുരം ചുണ്ടനെ മറികടന്നുകൊണ്ടാണ് കാരിച്ചാലിന്റെ ചരിത്ര നേട്ടം. ബോട്ട് ക്ലബ്ബ് കുമ്മനംകോട്ടയം മുഹമ്മദ് സിറാജ് ക്യാപ്റ്റനും അർജുൻ കാട്ടിൽ പോലെ ഈ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ഞങ്ങളും 70ാമത് നെഹ്റു ട്രോഫിയുടെ ഭാഗവാക്കാകുന്നു. തുടക്കം മുതൽ ഉദ്യോഗം നിറഞ്ഞതായിരുന്നു ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ. 5 ഹീറ്റ്സ് മത്സരങ്ങളിലായി 19 ചുണ്ടൻ വള്ളങ്ങളാണ് പോരാട്ടത്തിനിറങ്ങിയത്. വള്ളങ്ങളുടെ അടുത്ത മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ABC കൊറങ്ങോട്ട് എറണാകുളം നയിക്കുന്നു. ക്യാപ്റ്റൻ ജനീഷ് VH ആണ്. അരുൺ രമേശ് ആണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. 3ാം ട്രാക്കിൽ ഒട്ടുകരയാണ് തുഴയുന്നത്. മനീഷ് PV ആണ് അതിന്റെ ക്യാപ്റ്റൻ. സുനിൽ ഹീറ്റ്സ് മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്ത 4 ടീമുകൾ ഫൈനലിന് യോഗ്യത നേടി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ 5 മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരത്തെ പിന്നിലാക്കി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടു. ആരാണ് ഇവിടെ വിജയിക്കുക? ഇതാ വിയപുരം ഇല്ല, PVCയുടെ കാരിച്ചാലും വിയപുരവും നടുഭാഗം. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ 3ാമതും നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ 4ാമതും ഫിനിഷ് ചെയ്തു. ലൂസേഴ്സ് ഫൈനലിൽ UBC കൈനകരിയുടെ തലവടി ചുണ്ടൻ 1ാമതെത്തി. ഇരുട്ടുകുത്തി A ഗ്രേഡ് വിഭാഗത്തിൽ 3 തൈക്കലും B ഗ്രേഡ് വിഭാഗത്തിൽ തുരുത്തിപ്പുറവും ജേതാക്കളായി. ചോദിച്ച 4 രാജഹംസങ്ങള് നടുഭാഗം കാരിച്ചാൽ വിയപുരം നിരണം. ജനം ആലപ്പുഴ.